അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ മിഡിൽ ഈസ്റ്റിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ സംഘർഷഭരിതമായിരിക്കുകയാണ്. ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ ഏകദേശം 30 റോക്കറ്റുകൾ വിക്ഷേപിച്ചതോടെ മേഖലയിൽ സൈനിക സംഘർഷം തുറന്ന ഘട്ടത്തിലേക്ക് കടന്നതായി വിലയിരുത്തപ്പെടുന്നു. ഇറാൻ ഈ നടപടിയെ ദേശീയ സുരക്ഷയും സ്വയം പ്രതിരോധാവകാശവും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് അവതരിപ്പിക്കുന്നത്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ഇറാൻ സ്വന്തം വ്യോമാതിർത്തിയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ അന്താരാഷ്ട്ര വ്യോമഗതാഗതം കാര്യമായി ബാധിച്ചു. ഏവിയേഷൻ ട്രാക്കിംഗ് പ്ലാറ്റ്ഫോമായ ഫ്ലൈറ്റ് റഡാർ 24 പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം സാധാരണയായി തിരക്കേറിയ ഇറാനിയൻ ആകാശപാത ഇപ്പോൾ ഏതാണ്ട് ശൂന്യമായിരിക്കുകയാണ്. സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിരവധി വിമാന കമ്പനികൾ ഇറാൻ മുകളിലൂടെ പറക്കുന്നത് ഒഴിവാക്കി മറ്റു വഴികൾ തിരഞ്ഞെടുക്കുകയോ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയോ ചെയ്തിട്ടുണ്ട്. സിവിലിയൻ സുരക്ഷാ മുൻഗണന നൽകി വ്യോമാതിർത്തി നിയന്ത്രിച്ചത് ഉത്തരവാദിത്തപരമായ പ്രതിരോധ നടപടിയാണെന്നാണ് ഇറാനോട് അനുകൂലമായ നിരീക്ഷകർ പറയുന്നത്. പുറം സൈനിക സമ്മർദ്ദങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലും രാജ്യത്തിന്റെ പരമാധികാരവും ജനങ്ങളുടെ സുരക്ഷയും സംരക്ഷിക്കാനുള്ള ശ്രമമായാണ് ഇറാന്റെ നീക്കങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. നിലവിലെ സാഹചര്യം സൈനിക സംഘർഷങ്ങൾ പ്രാദേശിക അതിർത്തികൾക്കപ്പുറം ആഗോള ഗതാഗത സംവിധാനങ്ങളെ നേരിട്ട് ബാധിക്കുന്നുവെന്നതിന്റെ വ്യക്തമായ ഉദാഹരണമായി മാറിയിരിക്കുകയാണ്.